നമുക്കൊന്ന് കണ്ണുകളടച്ച് കൈകൾ യാനാവറം പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെയും എനിക്കുള്ളവയെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവായ യേശുവേ, എന്റെ കുടുംബത്തെയും കുടുംബത്തിലുള്ളവരെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, എന്റെ ഭവനത്തെയും എന്റെ ഭവനത്തിലുള്ള എല്ലാത്തിനെയും ഞാൻ അങ്ങേക്ക് തരുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും പല സ്ഥലത്തും ഭർത്താവിനോടൊപ്പം തന്നെ ഭാര്യമാരും വീടിന് വെളിയിലിറങ്ങി കുടുംബത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ രാവിലെ വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ടൊരു ഭാര്യ വീട്ടിലേക്ക് വരികയാണ്. മാനസികമായും ശാരീരികമായും തളർന്നായിരിക്കും അവൾ വരിക. അപ്പോൾ തളർന്നു വരുന്ന എല്ലാവരുടെയും ആഗ്രഹം എന്താ? ഒന്ന് വിശ്രമിക്കണം. പക്ഷെ ഒരു സ്ത്രീയെ ജോലിയും കഴിഞ്ഞ് വീടിൻ്റെ വരാന്തയിലേക്ക് എത്രമാത്രം തളർന്നു കുത്തി വന്നാലും വീടിൻ്റെ വരാന്തയിലേക്ക് കയറിക്കഴിഞ്ഞാൽ വിശ്രമിക്കുക എന്നൊരു ചിന്ത അവളുടെ തലയ്ക്കകത്തില്ല. പിടിപ്പത് ജോലികൾ എരച്ച് അവളുടെ തലയിലേക്ക് കയറി വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുക്കളയിലെ കാര്യം, നാളത്തെ പ്രഭാത ഭക്ഷണം, അത്താഴത്തിൻ്റെ കാര്യം, അടുക്കളയിലെ അറേഞ്ച്മെൻറ്റ്, കുട്ടികളുടെ കാര്യം, വീടിൻ്റെ അറേഞ്ച്മെൻറ്റ്, ഇങ്ങനെയുള്ള പിടിപ്പത് ജോലികൾ എപ്പോഴും വീടിൻ്റെ അകത്ത് സ്ത്രീകളുടെ തലയ്ക്കകത്ത് ഈ ജോലിയുടെ ബാഹുല്യത എപ്പോഴും ഒരു ടെൻഷൻ പോലെ അവരെ പിന്തുടരുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നൊരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലോ പുള്ളിക്കാരൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ പുള്ളിക്ക് ഒരൊറ്റ ചിന്തയുള്ളൂ, ഒന്ന് വിശ്രമിക്കുക. വീട് ഭർത്താവിന് ഒരു വിശ്രമ സ്ഥലമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാര്യയ്ക്ക് അങ്ങനെയല്ല. ഭാര്യ എപ്പോഴും വീട്ടിലായിരിക്കുന്ന ഭാര്യ ഒരു ജോലി തിരക്കിൻ്റെ ഒരു ടെൻഷൻ എപ്പോഴും അവരെ തലയ്ക്കകത്തുണ്ട്. ഇനിയും തീർക്കാനുണ്ട് പണിയെ, അടുക്കളയിൽ ഇനിയും പണി കിടപ്പുണ്ട്. അങ്ങനെ അവർ ഒരിക്കലും ഫ്രീ ആകുന്നതിൻ്റെ ഇടയിൽ തന്നെ അവരുടെ മനസ്സെപ്പോഴും ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു തിരക്കിൻ്റെ ഒരു 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 ഭാവത്തിലായിരിക്കും അത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഭർത്താവ് ജോലിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അയാൾക്ക് വിശ്രമിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു ആവശ്യം. പക്ഷേ ആ സമയത്ത് ഭാര്യ ഭർത്താവിനെ കുറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കുക, പ്രത്യേകിച്ച് അയാളുടെ വ്യക്തിത്വത്തെ ഇടിച്ചു താഴ്ത്തുകൊണ്ട് സംസാരിക്കുക. നിങ്ങൾ ഇത്ര നാൾ ഇവിടെ അധ്വാനിച്ചുകൂടെ, എന്തുണ്ടായി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുക. ഒരൊറ്റ വാക്ക് മതി, ശിരസ് തൊട്ട് കാൽപാദം വരെയുള്ള നെർവസ് സിസ്റ്റം തന്നെ തളരുകയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പല സ്ത്രീകളും അവരിങ്ങനെ ചിന്തിക്കുക, ഭർത്താവിന് നല്ല ആരോഗ്യമൊക്കെ ഉള്ളതുകൊണ്ട്, ഇത്രയും പൊക്കമൊക്കെ ഉള്ളതുകൊണ്ട് ഭാര്യമാർ ചിന്തിക്കുന്നത്, ഓ എന്നാ പറഞ്ഞാൽ ഇയാൾക്കൊന്നും ഏക്കിയല്ല എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇയാൾക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഏക്കിയല്ല എന്നൊരു ധാരണ പല സ്ത്രീകളെയും തലയ്ക്കകത്തുണ്ട്. അതൊരു നുണചിന്തയാണ്. അവർക്ക് ശരിക്കും ഏക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിന്നെ അവര് ഭാര്യമാർ പറയുന്നതിനൊപ്പം അങ്ങോട്ട് പറയലെന്ന് മാത്രമേ ഉള്ളൂ. പറയേലാത്തതിന് കാരണം പറഞ്ഞാൽ ഉള്ള ബഹുമാനം കൂടെ പോകും. അതുകൊണ്ട് അവർ മിണ്ടായിരിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഒരു സിവിൽ ഡൈവോഴ്സ് കഴിഞ്ഞ് ഒരു 3 ദിവസമായ ഒരു കുടുംബനാഥനുമായി ഞാൻ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇയാളുടെ ഭാര്യ ഇയാളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇയാൾക്കറിയാമോ? അയാൾ പറഞ്ഞു, തീർച്ചയായിട്ടും എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എല്ലാ ഭർത്താക്കന്മാർക്കും അറിയാം ഭാര്യ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. എല്ലാ ഭർത്താക്കന്മാർക്കും അറിയാം ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമുണ്ട്. ഇതറിയാൻ പാടില്ലാത്ത ഒരു ഭർത്താവും ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ എന്താണ് ഇവിടെ കുഴപ്പം? എന്താണ്? അത് അയാൾ പറഞ്ഞു, അവൾ ഒരിക്കലും എന്നെ ബഹുമാനിക്കാറില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് അനേകം സ്ത്രീകളുടെ അറിയാൻ പാടില്ലാതെ കിടക്കുന്ന ഒരു കാര്യമാണ്.
അവർ ഭർത്താവിന് സ്നേഹമാണല്ലോ കൊടുക്കുന്നത്, കൊച്ചിനും സ്നേഹം കൊടുക്കും, ഭർത്താവിനും സ്നേഹം കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭർത്താവിന് വേണ്ടത് ബഹുമാനമാണ്. ഇത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും ഭർത്താവിനെ ഉയർത്തിപ്പിടിക്കുവാൻ, എല്ലാ കാര്യത്തിലും ഭർത്താവിനെ വിജയിപ്പിക്കുവാൻ ഇത് ഭാര്യമാർ ശ്രദ്ധിച്ചേ പറ്റൂ. ഭർത്താവിന് വേണ്ടത് ബഹുമാനമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാനൊരിക്കലും ഒരു ചെറിയ ഗ്രൂപ്പിൽ ഇങ്ങനെ ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ, ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ 1-2 സ്ത്രീകൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായത്. ഭർത്താവിനെ ബഹുമാനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കുടുംബത്തിൽ വ്യത്യാസം ഉണ്ടാകാൻ തുടങ്ങി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭർത്താവിന് വേണ്ടത് ബഹുമാനമാണ്. ബഹുമാനം നിറഞ്ഞ സ്നേഹം. മറ്റുള്ളവരുടെ മുമ്പിൽ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുക, മക്കളുടെ മുമ്പിൽ വെച്ച് താഴ്ത്തിക്കെട്ട് സംസാരിക്കുക, ഭാര്യ വീട്ടിൽ വന്ന് തളർത്തി സംസാരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒന്നും ഭാര്യമാരുടെ ഇടയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ സംഭവിച്ചാൽ എന്താ സംഭവിക്കുക? ഒരു ഭർത്താവിന് കുടുംബനാഥൻ എന്ന നിലയിൽ ദൈവം അയാളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ അയാളെ കൊണ്ട് പറ്റാതെ വരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കലും ഞാൻ ഒരു വീട്ടിലെ ഭർത്താവിന് കയ്യിൽ നിന്നോ പ്രശ്നം ഉണ്ടായിട്ടാണ് ഭാര്യ കുറേ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭർത്താവിന്. ഞാൻ ശ്രദ്ധിച്ചു ഇയാൾ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. പുള്ളി താഴോട്ട് നോക്കി നിൽക്കുകയാണ്. പുള്ളിക്ക് എഴുന്നേറ്റ് പോയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എഴുന്നേറ്റ് പോകാൻ പറ്റാത്ത സ്ഥലത്തു നിന്നാണ് അവൾ തെറി പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഭാര്യയുടെ ചിന്ത അറിയാവോ, ഇപ്രാവശ്യം എനിക്ക് എല്ലാം പറയാനായിട്ട് പറ്റിയിട്ടുണ്ട്, അയാളെല്ലാം മൂളി കേൾക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടൊരു മാറ്റം മിക്കവാറും ഉണ്ടായേക്കും. അയാളൊന്നും എതിർത്ത് പറയുന്നില്ലല്ലോ, ഇപ്പം ഞാൻ പറയുന്നതൊക്കെ ശരിയാണെന്ന് അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതാ അവൾ ധരിക്കുന്നത്. അങ്ങനെയൊന്നും അല്ല അയാൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇവൾ ഒരു കാലത്തും എന്നെ ബഹുമാനിച്ചിട്ടില്ല. ഇതാണ് അയാളുടെ മനസ്സിൽ കടന്നു വരുന്നത്. അതുകൊണ്ട് ഞാനും ഇനി അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പല സ്ത്രീകളും ധരിച്ചു വെച്ചിരിക്കുന്നത് ഭർത്താവിനോട് എന്തെങ്കിലും അങ്ങനെ പറഞ്ഞാൽ ഭർത്താവിനൊന്നും ഏൽക്കുകയില്ല എന്നുള്ളതാണ്. ഒരു കാര്യം അറിയാം. ഒരു ഭർത്താവ് ഭാര്യയ്ക്കിട്ട് 2 അടി കൊടുക്കുന്നു വിചാരിക്കും. അടി വലിയ ഗൗരവമായ അടി നല്ല ചെറിയൊരു അടി കൊടുത്തു. അവളപ്പം തന്നെ അവിടെ കിടന്ന് കരഞ്ഞ്, പിള്ളേരുടെ മുമ്പിൽ വെച്ച് കരഞ്ഞ് ബഹളം ഉണ്ടാക്കി. അതിന് വൈകുന്നേരം വരെ ആരെയല്ല അവൾ കണ്ടുമുട്ടുന്നു അവരോടൊക്കെ പറഞ്ഞ് കരഞ്ഞ് സന്ധ്യയാകുമ്പോൾ സുഖമായിട്ട് പോയി കിടന്നുറങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നേരെ തിരിച്ചു നോക്കിക്കേ, ഭാര്യ ഭർത്താവിനോട്ട് അടി കൊടുക്കട്ടെ, ഈ മനുഷ്യൻ ആരോടും പറയല, ഒരിക്കലും പറയല. പ്രൈസ് ദി ലോർഡ്. അയാളുടെ ഉള്ളിൽ അതങ്ങനെ കിടക്കും, അതൊരു വിഷമതിയായിട്ട് നടക്കും. അതുകൊണ്ട് എന്തോരം പേരുടെ ഉള്ളിൽ ടെൻഷൻ കിടക്കുന്നത് നിങ്ങൾ നോക്കിക്കേ. സ്ത്രീകൾക്കല്ലോ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും, പുരുഷന്മാർക്കല്ലോ ഹാർട്ട് അറ്റാക്ക്. പ്രഷർ രോഗികളൊക്കെ പുരുഷന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരുടെ പ്രയാസങ്ങൾ അവർ വേറെ ആരോടും പറയുകയില്ല, അത് അവരുടെ ഉള്ളിൽ ഇങ്ങനെ കടന്ന് വിങ്ങും. ഞാനിപ്പോഴും ഓർക്കുകയാണ്, ഒരു കുടുംബനാഥൻ 5 കൊല്ലം മുമ്പ് ഭാര്യയിൽ നിന്നുണ്ടായ വേദനാജനകമായ ഒരു അനുഭവം. അയാൾ ആരോടും പറഞ്ഞിട്ടില്ല, ഒറ്റ മനുഷ്യനോട് അയാൾ പറഞ്ഞിട്ടില്ല. ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ അയാൾ എന്നെ മുമ്പിൽ തുറന്നു പറയാനിടയായി. അയാൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ കണ്ണിൽ നിന്ന് അണക്കെട്ടിൽ നിന്ന് വെള്ളം ഒഴുകുന്ന പോലെയാണ് വെള്ളം ഒഴുകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹോദരങ്ങളെ, എന്താണ് ഭാര്യമാർക്ക് വേണ്ടത്? എന്താണ് ഭർത്താവിന് വേണ്ടത്? റെസ്പെക്റ്റാണ്. ഭാര്യയ്ക്ക് വേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന് ഇൻറ്റിമസിയും, 2 സെക്യൂരിറ്റിയും. ഇത് 2 നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുടുംബജീവിതത്തിൽ പ്രശ്നമാണ്. സെക്യൂരിറ്റി, അതുപോലെ ഇൻറ്റിമസി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു വീട് ഇതിലൊരു അപകടമുണ്ടായെന്ന് വിചാരിക്കുക. എല്ലാവരും ഭർത്താവും ഭാര്യയും പിള്ളേരും ഒക്കെ ഉണ്ട്. ഒരു അപകടമുണ്ടായാൽ ഭർത്താവ് എത്ര കൊളരാത്തവരാണെങ്കിൽ പോലും ഭാര്യയും പിള്ളേരും രക്ഷപ്പെടുത്തിയിട്ട് അയാൾ രക്ഷപ്പെടുകയുള്ളൂ. അതാണ് ഭർത്താവ്. അത് എത്ര വലിയ കള്ളുകൂടിയനായാലും അങ്ങനെ ചെയ്യുള്ളൂ. അയാൾ സ്വന്തം ജീവൻ പോലും അവഗണിച്ചുകൊണ്ട് ആദ്യം ഭാര്യയും പിള്ളേരും രക്ഷപ്പെടുത്തും, എന്നിട്ട് അയാൾ രക്ഷപ്പെടുകയുള്ളൂ. ഇതാണ് ഭർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും ഒരു വീട്ടിൽ ഇതുപോലെ ഒരു തീപിടുത്തം പോലെ ഒരു അനുഭവം ഉണ്ടായി. സ്വന്തം ജീവൻ പോലും തൃണമൂലം ഗണിച്ചുകൊണ്ട് ഭർത്താവ് ഭാര്യയും പിള്ളേരെയും ഒരു വിധത്തിൽ രക്ഷപ്പെടുത്തി.
ഇയാളുടെ കാലൊടിയോ കൈയും കാലൊക്കെ പൊള്ളുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇത് സംഭവിച്ചൊരു തിങ്കളാഴ്ച ദിവസമാണ്. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളിയാഴ്ച ദിവസം ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കിയപ്പം മുഖമൊക്കെ വല്ലാതിരിക്കുന്നു. അപ്പോൾ ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു, എന്താ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അപ്പോൾ ഭാര്യ പറയാ, നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ എന്ന് എനിക്കൊരു സംശയം വന്നു. ഇയാൾ, നീ തരക്കേടില്ലല്ലോ, ഇപ്പോഴും ആ വളരൊന്നും മാറാതിരിക്കുകയാണ്. അപ്പോൾ തിങ്കളാഴ്ച ഞാൻ ചെയ്തതൊന്നും നീ കണ്ടില്ലേ? അപ്പോൾ അവൾ പറയാ, തിങ്കളാഴ്ച നിങ്ങളെന്നെ സ്നേഹിച്ചു, ഇന്ന് വെള്ളിയാഴ്ച സ്നേഹിക്കുന്നുള്ളത് എന്താ തെളിവെന്ന്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് സ്ത്രീയുടെ മൈൻഡ് അങ്ങനെയാണ്. പുരുഷന്മാരെന്നാണെന്നറിയാമോ, സ്നേഹിച്ചതിനെ കുറിച്ച് ഒരു ലിസ്റ്റ് അവരുടെ തലയിലുണ്ട്. 950 ഞാനൊരു വീട് അവരുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. 90 ഒരു മാല വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. 98 ഒരു സാരി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പോരെ സ്നേഹത്തിന്? പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ ഈ ലിസ്റ്റ് അവരുടെ ഇരിക്കുന്നത്, ഇതൊന്നും ഭാര്യമാരുടെ തലയിൽ ഉണ്ടായില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം അവൾക്ക് ഓരോ ദിവസവും ഭർത്താവിൽ നിന്ന് ഐ ലവ് യു എന്ന് കേൾക്കണം. ഇതാണ് സ്ത്രീയുടെ മനസ്സ്. പക്ഷെ സ്ത്രീകളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ എന്തുമാത്രം ഭർത്താവിൽ നിന്ന് ഐ ലവ് യു എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നുവോ, അതുപോലെ തന്നെ ഒരു ഭർത്താവ് ദിവസവും ഭാര്യയിൽ നിന്ന് ഐ റെസ്പെക്ട് യു എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മൾ മനസ്സിലാക്കുക, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള യഥാർത്ഥമായ ആ സ്നേഹജീവിതം. ഭർത്താവ് ശിരസാണ്, ഭാര്യ ആ ശിരസിനെ താങ്ങുന്ന ഭാഗമാണ്, കഴുത്താണ് അങ്ങനെ പറയാം. ശിരസ് എത്ര വലുതായാൽ പോലും കഴുത്ത് ശിരസിനെ താങ്ങുന്നില്ലെങ്കിൽ തല എത്ര ഗംഭീരം തലയാന്ന് പറഞ്ഞാലും തല നിലത്താണ് കിടക്കുന്നതിന് വല്ല ഗുണമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഭാര്യ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ അയാൾ എത്ര വലിയ ആളായാൽ പോലും അയാൾക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സപ്പോർട്ട് എന്ന് പറയുന്നത്, ദൈവം എപ്പോഴും നിങ്ങൾ രണ്ടായിട്ടല്ല കാണുന്നത്, ദൈവത്തിന് നിങ്ങൾ ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അകത്ത് അങ്ങനെയുള്ളൊരു വിവേചനയുടെ ചിന്താഗതികളൊന്നും വെച്ച് പുലർത്തേണ്ട ആവശ്യമില്ല. ഒരു ഭാര്യ ഭർത്താവിന് കൊടുക്കുന്നതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഈശോയിൽ നിന്ന് തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ ഭർത്താവിൽ നിന്ന് തിരിച്ചു കിട്ടും. അതൊരിക്കലും നഷ്ടപ്പെടുകയില്ല, അല്ലാതെ മക്കളിലൂടെ തിരിച്ചു കിട്ടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, ആ ബന്ധം തകർക്കുവാൻ മറ്റ് യാതൊന്നിനെയും അനുവദിക്കരുത്. ഇപ്പോൾ ഒരു കൂട്ടുകെട്ട് തന്നെ ഈ ബന്ധത്തിന് തകരാറുണ്ടെങ്കിൽ അത് എത്ര വിലയേറിയൊരു കൂട്ടുകെട്ടാണ് എന്ന് പറഞ്ഞാൽ പോലും അത് ഉപേക്ഷിച്ചേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ബന്ധത്തിന് തടസ്സം വരുന്നത് എത്ര രൂപ കിട്ടുന്ന ഇടപാടാണെങ്കിൽ പോലും, ജോലി തന്നെ സംബന്ധമാണെങ്കിൽ പോലും, ഈ ബന്ധത്തെ മുൻനിർത്തി വേണം എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുവാൻ. കാരണം ഇത് ഉടമ്പടി ബന്ധമാണ്, ഇത് പരിപാവനമായ ബന്ധമാണ്. ഇത് യേശുവും നമ്മളും നമ്മളെ ബന്ധത്തെ മുഴുവനും ഈ ഭൂമിയിൽ അവതരിപ്പിക്കുന്നത് വിവാഹം എന്ന കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഈ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും പരസ്പരം ഈശോയുടെ സ്ഥാനത്ത് അവർ നിൽക്കുകയാണ്, ഈശോയ്ക്ക് പകരമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ഒരു പരിപാവനയുടെ അകത്ത് നിന്നുകൊണ്ട് നമ്മൾ കുടുംബജീവിതത്തെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതിൻ്റെ അകത്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ വരാത്തതും നമ്മുടെ സ്വകാര്യ ജീവിതത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നതുമായ ഒട്ടേറെ വേദനകളും നൊമ്പരങ്ങളും ഉണ്ട്. പക്ഷെ അതിനെല്ലാം പ്രതിസമ്മാനമുണ്ട്. ദൈവം അതൊന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നില്ല, ഒന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഹല്ലേലൂയ. ഇത് മുഴുവനും ദൈവസന്നിധിയിൽ അങ്ങനെ ഉയർന്നു നിൽപ്പുണ്ട്. അതുകൊണ്ട് നമ്മളതിനകത്ത് ഒരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം അത് ഈശോയും സഭയും തമ്മിലുള്ള സ്നേഹമാണ്. അത് ഉടമ്പടി ബന്ധമാണ്, ഒരിക്കലും പൊട്ടാൻ പാടില്ലാത്ത ബന്ധമാണ്. അത് നിത്യമായ സ്നേഹമാണ്. ഈ ഒരു സ്നേഹം കൊണ്ട് ദൈവം യോജിപ്പിച്ച ബന്ധമാണിത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്.
ജീവിത പങ്കാളിയെ നൽകിക്കൊണ്ട് ദൈവത്തിന് പറയാനുള്ളത്, ഇത്രയും വിലയേറിയ ഒരു സമ്മാനം എനിക്ക് വേറെ ഇനി തരാനില്ല. ഈ ഭൂമിയിൽ ദൈവം തരുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ജീവിത പങ്കാളി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം ആ ജീവിത പങ്കാളിയിലൂടെ നിന്നോട് സംസാരിക്കും. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഷെയറിങ്, ഒരുമിച്ചുള്ള പ്രാർത്ഥന. സഹോദരങ്ങളെയും മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇതാ, നമ്മൾ എത്ര നാൾ ഒരുമിച്ച് ജീവിച്ചാലും പൂർണ്ണമായി നമ്മൾ പരസ്പരം മനസ്സിലാക്കപ്പെടുന്നില്ല. ഒരു ഭർത്താവിന് ഭാര്യയെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ ഭാര്യയെ വസ്തുവാക്കി മാറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഏരിയ എപ്പോഴും അവിടെ ഉണ്ടാവും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടെ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. രണ്ടുപേരും കൈകോർത്ത് പിടിച്ച് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നത് അവിടെ നിന്നാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ യോജിപ്പിക്കുമ്പോൾ എന്താണ് കർത്താവ് ഈശോയുടെ ആഗ്രഹം? ഈശോ പറഞ്ഞു, ദൈവം യോജിപ്പിച്ചത് മനുഷ്യന് വേർപെടുത്തരുത്. ദൈവം പറയുന്നു, നിങ്ങൾ രണ്ടുപേരും ഒന്നാണ്. മറ്റൊരു ബന്ധത്തെക്കുറിച്ച് ദൈവം പറയുന്നില്ല. നിങ്ങൾ രണ്ടുപേരും ഒന്നാണെന്ന് പറയുന്നത് ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മറ്റെല്ലാ ബന്ധങ്ങളും രണ്ടാം നിരയിലേക്ക് പോകുന്നു. മക്കളായിട്ടുള്ള ബന്ധം പോലും രണ്ടാം നിരയിലാണ് നിൽക്കുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാണ് യേശു സഭയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ മുഴുവനും സൂചിപ്പിക്കുന്ന അതാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ ഒന്നാണ്. നമുക്ക് അറിയാം, ഭൗതികമായ രണ്ട് വസ്തുക്കൾ അതങ്ങനെ ഒന്നാകുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് അങ്ങനെ ഒന്നാകുകയില്ല. ഒന്നാകുന്നത് എപ്പോഴും അരൂപിയിലാണ് ഒന്നാകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാര്യയും ഭർത്താവും ഒന്നാകണമെങ്കിൽ നീ നിന്നോട് തന്നെ മരിക്കണം. മരിച്ച് ഉയർത്താണ് ഒന്നായിത്തീരുന്നത്. അതുകൊണ്ട് വിവാഹ ജീവിതം എപ്പോഴും ഒരു മരണവും ഉയർപ്പും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ നിന്നോട് മരിക്കാൻ തയ്യാറാകണം. അങ്ങനെ മാത്രമേ ഭാര്യയും ഭർത്താവും ഒന്നാവുകയുള്ളൂ. അതുകൊണ്ട് ഒന്നാകാതിരിക്കുന്നതിന്റെ കാരണം നമ്മൾ ഇതര വ്യക്തിയിൽ അന്വേഷിക്കരുത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ സെൽഫ് അത് മരിക്കേണ്ടിയിരിക്കുന്നു. നീ ഒരു മരണത്തിലൂടെ കടന്നു പോകണം. എന്ന് പറഞ്ഞാൽ വിവാഹം എന്ന് പറയുമ്പോൾ അത് നിന്നോട് തന്നെ മരിക്കുന്ന ഒന്നാണ്. നിന്റെ എല്ലാ സെൽഫിനോടും താല്പര്യങ്ങളോടും നീ മരിക്കണം. എങ്കിലേ രണ്ടു പേർക്ക് ഒന്നായി തീരാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടുപേരും തന്നോട് തന്നെ മരിക്കണം. തന്നോട് തന്നെ മരിക്കാതെ കിടക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് കുടുംബജീവിതത്തിൽ വഴക്കായിട്ട് മാറുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഈശോയോട് ചേർന്ന് മരിക്കാൻ തയ്യാറാകണം. ഈശോയോട് ചേർന്ന് മരിക്കുന്നവരെ ഈശോയോട് ചേർന്ന് ഉയർപ്പിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഭയുടെ എല്ലാ കൂദാശകളിലും തന്നെ ഒരു മരണവും ഉയർപ്പും അടങ്ങിയിരിക്കുകയാണ്. ഈശോയോടൊപ്പം മരിക്കുന്നു, ഈശോയോടൊപ്പം ഉയർക്കുന്നു. അങ്ങനെയാണ് ഈ വിവാഹം എന്ന സാക്രമെന്റ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഒന്ന് കൈയടിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ മറ്റേയാളെ അല്ല പരിശോധിക്കേണ്ടത്. നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ ഉള്ളാണ്. ഞാൻ എൻ്റെ താല്പര്യങ്ങളോടും എൻ്റെ സ്വാർത്ഥതയോടും ഞാൻ മരിച്ചിട്ടുണ്ടോ? അത് കർത്താവിനെ കുരിശിന് മുമ്പിൽ അടിയറ വയ്ക്കണം. അത് അടിയറ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ കുടുംബജീവിതം വിജയിക്കും. കുടുംബജീവിതം ഞാൻ പറഞ്ഞല്ലോ ഉടമ്പടി ബന്ധമാണ്. ആ ഉടമ്പടി ബന്ധം ഒരിക്കലും ലംഘിക്കാൻ പാടില്ലാത്ത ഒന്നാണ്. ഉടമ്പടി ബന്ധത്തിൽ ഒരു കൂട്ടര് അത് ലംഘിക്കുന്നത് കൊണ്ടാണ് ഇതാ ഈശോയുടെ കുരിശുമരണം കിടക്കുന്നത്. എത്രയോ വലിയ വിലയാണ് ഈശോയ്ക്ക് കൊടുക്കേണ്ടി വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ആ ഉടമ്പടി ബന്ധത്തെ ബാധിക്കുന്ന, നമ്മുടെ ബന്ധത്തെ ബാധിക്കുന്ന, ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്താണ്? പ്രത്യേകിച്ച് ഇന്ന് പല കുടുംബങ്ങളും അവർ സ്വീകരിച്ചിരിക്കുന്ന മാതൃക ഈശോയല്ല, അവർ മറ്റുള്ളവരെ മാതൃകയായിട്ട് എടുക്കുന്നു. എന്നിട്ട് ആ മാതൃക പിൻചൊല്ലുന്നു.
ഒരു ജീവിതങ്ങളും നമ്മുടെ മുമ്പിൽ മാതൃകയല്ല. നമ്മുടെ മാതൃക സഭയെ സ്നേഹിച്ച, സഭയുമായി ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെട്ട ഈശോ മിശിഹായാണ് കുടുംബജീവിതത്തിൻ്റെ മാതൃക. വേറെ ഒരു മാതൃകയും നമ്മുടെ മുമ്പിലില്ല. അത് കാൽവരി കുരിശിൽ മരിച്ച് ഇന്നലെ നമ്മൾ കണ്ടു. എന്താണ്? അരയിൽ കച്ചയും കൊടുത്ത് ശിഷ്യന്മാരുടെ കാല് കഴുകിയ ഈ ഈശോയുടെ മാതൃക, തൻ്റെ മണവാട്ടിക്ക് വേണ്ടി ഈശോ ചെയ്ത കാര്യങ്ങൾ, ഇതാണ് നമ്മുടെ മോഡല്. അതുകൊണ്ട് വേറെ ഒന്നിലേക്ക് നമ്മൾ നോക്കരുത്. ഈ ഒരു പാത മാത്രമേ കുടുംബജീവിതം വിജയിപ്പിക്കാനായിട്ടുള്ളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ നിന്നോട് തന്നെ മരിക്കുക. ഇപ്പോൾ കുടുംബജീവിതത്തെ മുഴുവൻ തകർക്കുന്നതായ ചില സ്വഭാവങ്ങളിൽ ചെന്ന് വീണിട്ടുള്ള ആളുകൾ കാണും. പ്രത്യേകിച്ച് ലഹരി പദാർത്ഥങ്ങൾ. നമുക്കറിയാം ലഹരി പദാർത്ഥങ്ങളുടെ അടിമത്വം. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റുള്ളവരുടെ ചില ജീവിതങ്ങളുമായി താരതമ്യപ്പെടുത്തുക. അവർക്കതുണ്ട് എന്ന് പറഞ്ഞ് വീട്ടിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുക. അവർ വണ്ടി വാങ്ങിച്ചില്ലേ, അവർ വീട് വലുതായിട്ട് പണിതില്ലേ, ഇവിടെ എന്താ പണിയാത്തത്, ഇങ്ങനെ പറഞ്ഞ് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നവരുണ്ട്. നമ്മൾ അതുകൊണ്ടൊന്നും കുടുംബജീവിതം വിജയിക്കുന്നില്ലല്ലോ. വലിയൊരു വീടുണ്ടായിട്ട് എന്താ കാര്യം? സ്നേഹമില്ലെങ്കിൽ എന്താണ് പ്രയോജനമുള്ളത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അപ്പോൾ അതുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകാൻ തയ്യാറാകുക. പ്രത്യേകിച്ച് ഇന്ന് അനേകം നമ്മുടെ കുടുംബജീവിതങ്ങളിൽ വന്നിരിക്കുന്ന ലഹരി പദാർത്ഥങ്ങളുടെ അടിമത്വം നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് തുടങ്ങിയിട്ടുള്ള ആളുകളുണ്ടാവും. നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഇത് ഇങ്ങനെ തുടങ്ങി നിങ്ങളുടെ നിയന്ത്രണത്തിൽ ഇത് നിൽക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ വിചാരിച്ചവരെല്ലാം പരാജയപ്പെട്ടൊരു മേഖലയല്ലേ ഇത്. നമുക്ക് ഇതിന് നേരെയുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്? പ്രത്യേകിച്ച് ഇതിന് പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടുകെട്ടുകളുണ്ട്. നമ്മൾ ഈ കൂട്ടുകെട്ടിനെ പരിപൂർണമായി ഉപേക്ഷിച്ചേ നമുക്ക് വളരാൻ പറ്റുകയുള്ളൂ. നമ്മുടെ കൂട്ടുകെട്ട് അപകടകരമാണെങ്കിൽ നമ്മളത് ഉപേക്ഷിക്കണം. നമ്മുടെ കുടുംബജീവിതത്തിന് വിഘാതം നിൽക്കുന്ന ഒരു കൂട്ടുകെട്ടിലേക്ക് നമ്മൾ പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകം പേരെ നയിക്കുന്ന ഒന്ന് കൂട്ടുകെട്ടാണ്. വലിയ സ്വാധീനമാണ് അത് ഉണ്ടാക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് നമുക്ക് ഇന്നത് മോചനം പ്രാപിക്കാൻ പറ്റിയല്ല. അത് ഈശോ മിശിഹായ്ക്ക് സറണ്ടർ ചെയ്ത് കർത്താവിൻ്റെ ഭരണം നമ്മുടെ ശരീരത്തിൽ അനുവദിച്ച് ഇത് ഈശോയുടെ ബോഡിയാണ് എന്ന ബോധത്തിൽ നാം മുന്നോട്ട് നീങ്ങുമ്പോൾ മാത്രമാണ് നമുക്കിതിൻ്റെ മേൽ വിജയം കിട്ടുകയുള്ളൂ. ഈശോയുടെ ബോഡിയാണ്, എൻ്റെതല്ല. എനിക്കെന്ത് കാര്യം? അവൻ്റെ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട്, അവൻ്റെ സൽപ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് അവൻ നൽകിയ ശരീരമാണിത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ളൊരു കാര്യം, പിന്നെ അങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ, അത് വിളമ്പുന്ന സ്ഥലങ്ങൾ, ഇതൊക്കെ നമ്മുടെ നേതൃത്വം പോയി, മക്കളുടെ മുമ്പിലുള്ള നമ്മുടെ നേതൃത്വം പോയി. പിന്നീട് നമ്മൾ ഇതിനെല്ലാം കനത്ത വില കൊടുക്കേണ്ടതായിട്ട് വരും. ഒരു പ്രാവശ്യം മദ്യപിക്കുന്ന വഴിയൊക്കെ നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഉള്ളിലേക്ക് സപ്രസ് ചെയ്യപ്പെടും. ഈ സപ്രസ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളുടെ മേൽ പിന്നെ നമുക്ക് ഒരു കാലത്തും നിയന്ത്രണം ഉണ്ടാകുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും അവയവത്തെ കയറി അത് പിടിക്കും. പിന്നെ അത് ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിക്കുന്ന വിധത്തിലുള്ള നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് കഴിക്കുന്ന ആളുകളോട് നമ്മൾ എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും അവർ പറയും ഇച്ചിരിയെ കഴിക്കുന്നുള്ളൂ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, വല്ലപ്പോഴേ ഉള്ളൂ എന്നെല്ലാം പറയുന്ന ആളുകളുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവർ ചിലപ്പോൾ 2 ദിവസം 10 ദിവസം നിർത്തിയതിൻ്റെ ഒരു അനുഭവം പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. നമുക്ക് അതല്ല ഇവിടെ വേണ്ടത്. നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കുന്നത് ദൈവത്തിന് മുന്നിൽ നിൽക്കുകയാണ്. ഇത് വലിയൊരു കാര്യമാണ്. കാരണം നമ്മുടെ കാശ് കൊണ്ടോ നമ്മുടെ ബലം കൊണ്ടോ വിജയിപ്പിക്കുന്ന ഒന്നല്ല കുടുംബജീവിതം. എത്രയോ കുടുംബജീവിതങ്ങൾ നമുക്കറിയാം. പൈസയുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുടുംബങ്ങളിൽ എത്രയോ വലിയ വലിയ നല്ല നല്ല ആളുകൾ കുട്ടികൾ വളർന്നു വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് കേരളത്തിൽ നമുക്കറിയാം മദ്യം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിൻ്റെ ഇടയിൽ ഇത് ശക്തമാണ്. എന്തുമാത്രം പേര്. അതിനോടൊപ്പം തന്നെ സൂയിസൈഡ് ടെൻഡൻസി, പിന്നെ ബാക്കിയുള്ളതല്ല. കുടുംബത്തിൻ്റെ അടിത്തറ മുഴുവൻ പൊളിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കാൻ തയ്യാറാണ്, പക്ഷേ ഈ ഒരു തലയിലേക്ക് നമ്മൾ പോകരുത്. ഹല്ലേലൂയ. അത് തെറ്റായ ലക്ഷ്യബോധവും ആണ്. നമ്മൾ ദൈവത്തിൻ്റെ പാതയിൽ നിന്ന് വിട്ടുപോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കുക. അതൊരു അപകടകരമായ മേഖലയാണ്. എത്രയോ വലിയ ആളുകൾ അവസാനം ഒരു പട്ടിക്കുഞ്ഞിൻ്റെ പൂട്ട് തന്നെ മരിക്കേണ്ടി വന്നിട്ടുള്ള എത്രയോ ആളുകൾ
ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. ഈ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയ്ക്ക് സഭയിലുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ, തൻ്റെ ജീവിത പങ്കാളിയായ മനുഷ്യരെ, തൻ്റെ മണവാട്ടിയായ മനുഷ്യനെ ഈശോ എല്ലാ മേഖലയിലും സുഖപ്പെടുത്തുന്ന കർത്താവായിരുന്നു അവിടുന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കുടുംബജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഷെയറിങ്ങിലൂടെ പരസ്പരം പ്രാർത്ഥിച്ച് മുറിവുകൾ ഉണക്കുവാനുള്ള മനസ്സ് ഇരുഭാഗത്തുനിന്നും ഉണ്ടാകണം. പലപ്പോഴും വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ചെറുപ്പകാലം മുതലുള്ള പല മുറിവുകളും ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ കാണും. സ്നേഹം കിട്ടാത്തതിൻ്റെ ഓർമ്മകൾ, അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവർ ഇടപെട്ടിട്ടുള്ള എന്ന് പറഞ്ഞാൽ മാതാക്കന്മാരുടെ സംസാരം, പ്രവൃത്തികൾ, അവർ കിട്ടിയ സജഷൻസ്, അവരുടെ സംസ്കാരം, ഇതൊക്കെ കാണും. ഇതൊക്കെ പരസ്പരം ഒന്ന് ഷെയർ ചെയ്ത് പ്രാർത്ഥിച്ച് നമുക്കിപ്പം ധ്യാനങ്ങളൊക്കെ ഒത്തിരി നടക്കുന്ന കാലമാണ്. ഇന്നർ ഹീലിങ്ങിൻ്റെ പ്രാർത്ഥനകൾ തന്നെയുണ്ട്. ഭാര്യയും ഭർത്താവിടെ ഒരുമിച്ചിരുന്ന് മാസത്തിലൊരിക്കലെങ്കിലും ഇന്നർ ഹീലിങ്ങിൻ്റെ പ്രയർ ഒന്ന് ചെല്ലുക, ഒരുമിച്ചിരുന്ന് ചെല്ലുക, എന്നിട്ട് അതൊന്ന് പരസ്പരം ഒന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. ഹല്ലേലൂയ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. ഫാക്സ് 0091 480 270 8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.